നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ വിഭാഗം ബോർഡ് സ്ഥാപിച്ച സ്ഥലം LDF ജില്ലാ നേതൃത്വം സന്ദർശിച്ചു. വിഷയത്തിൽ കോൺഗ്രസ് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ആശങ്കയുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. മേഖലയിൽ നിന്ന് ഒരു കർഷകനെയും കുടിയിറക്കില്ലെന്നും പുതിയ കയ്യേറ്റങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ എതിർക്കുന്നതെന്നും നേതാക്കൾ. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം രോഗികൾ വലയുന്നതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി BJP നേതൃത്വം. അനസ്തേഷ്യ ഡോക്ടറില്ലാതെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞുകിടക്കുന്നതടക്കം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്നും ആരോപണം. മുൻ SC/ST കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് KK മനോജിനെ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത വാത്തിക്കുടി പഞ്ചായത്ത് സെക്രട്ടറിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. സംഭവത്തിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 2-ന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാംകുടിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കും. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. നിലവിൽ പാൽവിലയിൽ വർധനവ് വരുത്തിയത് 3 വർഷങ്ങൾക്ക് മുമ്പ്. പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കാലിത്തീറ്റയുടെ ഉൾപ്പെടെ വില വർദ്ധിക്കുകയും പരിപാലന ചെലവ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ വിഭാഗം ബോർഡ് സ്ഥാപിച്ച സ്ഥലം LDF ജില്ലാ നേതൃത്വം സന്ദർശിച്ചു. വിഷയത്തിൽ കോൺഗ്രസ് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ആശങ്കയുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. മേഖലയിൽ നിന്ന് ഒരു കർഷകനെയും കുടിയിറക്കില്ലെന്നും പുതിയ കയ്യേറ്റങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ എതിർക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ഓഗസ്റ്റ് 16-നാണ് റവന്യൂ വകുപ്പ് കല്യാണത്തണ്ട് പുല്ലുമേട് ഭാഗത്ത് ഇത് സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചത്. ഭൂരേഖ തഹസിൽദാരുടെ പേരിലാണ് ബോർഡ്. കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് 60 സർവേ നമ്പർ 19 ഉൾപ്പെട്ട സർക്കാർ വക പുല്ലുമേട് എന്ന റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 37 ഏക്കർ റവന്യൂ പുറമ്പോക്കുമായി ബന്ധപ്പെട്ടാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് LDF നേതൃത്വം സ്ഥലം സന്ദർശിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർ മേഖലയിൽ വ്യാപകമായ കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കയ്യേറ്റങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ചില നേതാക്കൾ നടത്തുന്നത്. കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ ബോർഡ് സ്ഥാപിച്ചതോടെ മേഖലയിലെ ജനങ്ങൾക്കിടയിൽ അനാവശ്യ ആശങ്കയുണ്ടാക്കി ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. മേഖലയിൽ നിന്ന് ഒരു കർഷകനെയും കുടിയിറക്കില്ലെന്നും പുതിയ കയ്യേറ്റങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ എതിർക്കുന്നതെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ബോർഡ് വെക്കാനിടയായ സ്ഥലം കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പ് പരാതി കൊടുത്തു. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും വില്ലേജ് റവന്യൂ അന്വേഷിച്ച് വരുന്നത് സർക്കാർ ഭൂമിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി രേഖ തയ്യാറാക്കി, ഞാൻ മനസ്സിലാക്കുന്നത് ആവശ്യമായ രേഖകൾ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു, കൊടുത്തില്ല. അപ്പോൾ പരാതിയെ വന്ന് കണ്ടു. താറത്തരിശെന്നും സർക്കാർ ഭൂമി എന്നൊക്കെ പറയുന്ന ജില്ലയിൽ ഒരുപാട് പ്രദേശത്തുണ്ട്. ആ ഭൂമിയെല്ലാം സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ള LDFിൻ്റെ നയമല്ല. അങ്ങനെ ഏറ്റെടുക്കുക ഒരു ആശങ്ക ഇവിടെ ആളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ആരെയും കുടിയിറക്കുകയില്ല. കാരണം ഗവൺമെൻറ് കുടിയിറക്കുന്ന നയമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇവിടെ കുടിയിറക്കം 9 നടത്തിയുള്ളത് കോൺഗ്രസ് അല്ലേ. ഇപ്പോൾ കോൺഗ്രസ് കുടിയിറക്കി ഈ ജില്ലയിൽ 9 കുടിയിറക്കം നടത്തിയുള്ളത് കോൺഗ്രസ് നടത്തിയുള്ളത്, LDF ഗവൺമെൻറ് അല്ല. അമരാവതി നിന്ന് ആരംഭിച്ച് അവസാനം വണ്ണപ്പുറത്ത് നിന്ന് അവസാനിക്കുന്നവരെയും കുടിയിറക്കം നടക്കിയിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ്. LDF ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഗവൺമെൻറ് ഒരു കാലഘട്ടത്തിലും ഈ ജില്ലയിൽ നിന്ന് ഒരാളുകളെ കുടിയിറക്കിയിട്ടില്ല. ഇവിടെ ഒരു കുടിയിറക്കലോ ഒരാളുകളെ ആശങ്ക ഉണ്ടാക്കിയില്ല. പിന്നെ ഭീതി പരത്തി ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി വിഷയദാരിദ്ര്യം കോൺഗ്രസ് വലിയ നിലയിൽ നേരിടുന്നുണ്ട്, UDF നേരിടുന്നു. അർഹതപ്പെട്ട മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കുടിയൊഴിപ്പിക്കുന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കോൺഗ്രസ് നേതാക്കളുടെ കയ്യേറ്റം മറയ്ക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. വേണ്ടിവന്നാൽ കല്യാണത്തണ്ടിൽ ഭൂമി കയ്യേറിയ നേതാക്കളുടെ പേര് വിവരം വെളിപ്പെടുത്തുമെന്നും CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ പറഞ്ഞു. സാധാരണ 42ഓളം വരുന്ന കുടുംബങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കയ്യേറ്റം മാത്രമല്ല, ഇവിടെ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ ഇവിടെ വീണ്ടും കയ്യേറ്റം നടത്തിയ സ്ഥലം ഈ സർവേ നമ്പറിൽ തന്നെ കിടപ്പുണ്ട് എന്നുള്ള വസ്തുത അതുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷിക്കണമെന്നാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. ഞാനിപ്പോൾ പേര് വെളിപ്പെടുത്തുന്നില്ല. ആവശ്യമെന്ന് വന്നാൽ ആ പേരുകൾ നമ്മൾ വെളിപ്പെടുത്തും. ഇപ്പം ഇവിടെ ഈ ഒരാളെ ഒഴിപ്പിച്ചു എന്ന് പറയുന്ന കാര്യത്തിൻ്റെ പേര് ബാക്കിയുള്ളവരെ അവിടെ ഒഴിപ്പിക്കും എന്നുള്ള ആക്ഷേപം കൊണ്ടുവന്നുകൊണ്ട് അവരെ കൂടെ നിർത്തി കയ്യേറ്റം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കയ്യേറ്റത്തിനോട് നമ്മൾ കൂടെ നിന്നും കൊടുക്കത്തില്ല. പുല്ലുമേടുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പുല്ലുമേടായിട്ട് രേഖപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല. എന്നാൽ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കുക എന്ന നിലപാടാണ് ഇടതുപക്ഷ മുന്നണിക്കുള്ളത്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആരും കുടിയിറക്കത്തില്ല, ഒരാളെ ഒഴിപ്പിക്കുകയാണ്.
മേഖലയിലെ 43 കുടുംബങ്ങളെ വിഷയം പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ സമരങ്ങളും വിവാദങ്ങളും ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. LDF ജില്ലാ നേതൃത്വത്തിനോടൊപ്പം വിവിധ നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. ഇടുക്കിയിൽ റവന്യൂ വനം ഭൂമി കയ്യേറിയ അനധികൃത റോഡ് നിർമ്മാണം. നെടുങ്കണ്ടം ശൂലപ്പാറയിലാണ് ഏലം കൃഷിയുടെ മറവിൽ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈരാറ്റുപേട്ട സ്വദേശി ഏലം കൃഷിക്ക് പാട്ടത്തിനെടുത്ത 20 ഏക്കർ സ്ഥലത്തിന്റെ മറവിലാണ് സർക്കാർ ഭൂമിയിലൂടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. കൃഷിഭൂമിയിലൂടെ റോഡ് നിർമ്മിച്ചതിനൊപ്പം സമീപത്തെ സർക്കാർ ഭൂമിയും കയ്യേറുകയായിരുന്നു. 10 അടി വീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് CPI ഏരിയ സെക്രട്ടറി KG ഓമനക്കുട്ടൻ പറഞ്ഞു. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട്. കേരള ഗവൺമെന്റും റവന്യൂ വകുപ്പും എടുത്തിട്ടുള്ള നിലപാടുകൾ ഏതു തരത്തിലുള്ള അനധികൃതമായ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുക എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ അനധികൃതമായ രീതിയിലുള്ള റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ കയ്യേറ്റം ഒന്നും തന്നെ ഒരു തരത്തിലും പാർട്ടി ന്യായീകരിക്കുന്നില്ല. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട അധികാരികളും പരിശോധിച്ചുകൊണ്ട് ആ കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. ഒന്നതിനകത്തൊരു 20 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് പട്ടയഭൂമിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പട്ടയഭൂമിയിൽ പാട്ടത്തിന് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒന്നോ രണ്ടോ വ്യക്തികൾ, അതിനെ സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിലൊന്നും അറിയില്ല, അതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമി ആണ് ഇപ്പോൾ ഈ പറയുന്ന വിവാദമായ ഒരു വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അത് റവന്യൂ ഭൂമിയാണ് എങ്കിൽ അത് സർക്കാർ തന്നെ തിരിച്ചു പിടിക്കും. പട്ടയഭൂമിയിലൂടെ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിച്ചു എന്ന മറ്റൊരു വ്യക്തി നൽകിയ പരാതിയിൽ റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കയ്യേറ്റം കണ്ടെത്തിയത്. സമീപ മേഖലയിൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ പുതിയതായി ഏലം കൃഷി നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. നെടുങ്കണ്ടം പാറത്തോട് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറി. സംഭവത്തിൽ സ്ഥല ഉടമകളോട് രേഖകൾ ഹാജരാക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ ഭൂരേഖാ വിഭാഗത്തിന് ഉടുമ്പൻചോല തഹസിൽദാർ നിർദ്ദേശം നൽകി. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം രോഗികൾ വലയുന്നതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി BJP നേതൃത്വം. അനസ്തേഷ്യ ഡോക്ടറില്ലാതെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞുകിടക്കുന്നതടക്കം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് BJP മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജിമ്മിച്ചൻ ഇളംതുരുത്തിയിൽ ആരോപിച്ചു. 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെങ്കിലും അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്തതിനാൽ ഓപ്പറേഷൻ തിയേറ്റർ 1.5 മാസമായി അടഞ്ഞുകിടക്കുകയാണ്. താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ട് വർഷങ്ങളായെങ്കിലും ഇതിനു വേണ്ട ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇതോടെ നിലവിലുള്ള ഡോക്ടർമാർക്കും ജീവനക്കാർക്കും അധിക ജോലി എടുക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഏതാനും നാളുകൾക്ക് മുൻപ് വരെ ആഴ്ചയിൽ 1-2 ദിവസം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് താൽക്കാലികമായി ആശുപത്രിയിൽ അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിയിരുന്നു. ആ സമയങ്ങളിൽ അസ്ഥി സംബന്ധമായ ശസ്ത്രക്രിയകളും ENT ശസ്ത്രക്രിയകളും നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവയെല്ലാം നിലച്ച സ്ഥിതിയാണ്. താലൂക്ക് ആശുപത്രിയോട് അധികൃതർ കാണിക്കുന്ന അവഗണന സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുവാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് BJP മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജിമ്മിച്ചൻ ഇളംതുരുത്തിയിൽ ആരോപിച്ചു. കോടിക്കണക്കിന് രൂപ മുടക്കി ഓപ്പറേഷൻ തിയേറ്ററും സംവിധാനങ്ങളും ഒക്കെ പണിതിട്ടുണ്ടെങ്കിലും ഇവിടെ അനസ്തേഷ്യ കൊടുക്കാൻ പോലും ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റാത്ത ആ അവസ്ഥയാണുള്ളത്. ഇത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടാണോ എന്ന് BJP സംശയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ 13ഓളം ഡോക്ടർമാരാണ് വേണ്ടത്. അതിൽ 9 ഡോക്ടർമാരാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത്. അതിൽ 9 പേര് പോലും ഇവിടെ 9 പോയിട്ട് ഇന്നൊക്കെ ഒരാളാണുള്ളത്. അവർക്ക് അധിക ജോലിഭാരം മൂലം ഇവിടെ എത്തുന്ന രോഗികളെല്ലാം കണ്ടമാനം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കട്ടപ്പന പോലുള്ളൊരു താലൂക്ക് ആശുപത്രിയിൽ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ശേഷിയില്ലാത്ത അതിൻ്റെ ഭരണ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് അടിയന്തരമായി ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലേക്ക് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ദിവസവും നിരവധി ആളുകളാണ് താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. എന്നാൽ അത്യാവശ്യ ഘട്ടത്തിലടക്കം ഇവിടെ എത്തുന്നവർക്ക് മറ്റ് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട സ്ഥിതിയാണുള്ളത്. ജില്ലയിൽ പുതിയ സ്പെഷ്യാലിറ്റി തസ്തികകൾ സൃഷ്ടിക്കാതെയും വിവിധ ആശുപത്രികളിൽ നിലവിലുള്ള ഒഴിവുകൾ നികത്താതെയും ആരോഗ്യവകുപ്പും കെടുകാര്യസ്ഥത തുടരുകയാണെന്നാണ് ആരോപണം. ചികിത്സയ്ക്കായി സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ എത്രയും വേഗം അനസ്തേഷ്യ ഡോക്ടറുടെ അടക്കമുള്ള ഒഴിവുകൾ നികത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരത്തിന് നേതൃത്വം നൽകുമെന്നും BJP നേതൃത്വം അറിയിച്ചു.
മുൻ SC/ST കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് KK മനോജിനെ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 2-ന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാംകുടിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കും. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ അംഗമായ കരിഞ്ചയിൽ കുട്ടിയമ്മയും മകനും മുൻ SC/ST കമ്മീഷൻ അംഗവുമായ അഡ്വക്കേറ്റ് KK മനോജിനുമാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ മർദ്ദനമേറ്റതെന്നാണ് ആരോപണം. ലൈഫ് പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് കണ്ട സെക്രട്ടറി അപമാനിച്ച് പരിഹസിച്ചതായും തുടർന്ന് KK മനോജിനെ മർദ്ദിച്ചെന്നുമാണ് പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 2 കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാംകുടിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. അപ്പോൾ ആദിവാസി എന്ന നിലയിൽ വീടിന് എഗ്രിമെൻറ്റ് വെക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു തരണം. വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുകയാണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. വീട് പൂർണ്ണമായിട്ടും പഴയ വീട് നശിച്ചുപോയി എന്ന് പറയുന്നു. എല്ലാ രേഖകളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവർ താമസിക്കുന്നത് CHRലാണ്. അതുകൊണ്ട് എഗ്രിമെൻറ്റ് വെക്കാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള നിലപാട് ആണ് സെക്രട്ടറി സ്വീകരിച്ചത്. അപ്പോൾ CHRലല്ല, ചുറ്റും 4 ചുറ്റും പട്ടയമുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അതിന് നടുക്ക് പട്ടയമില്ലാത്ത സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാനോ കേൾക്കാനോ തയ്യാറാകാതിരിക്കുകയും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് ഇദ്ദേഹത്തെ ജാതീയമായ ആക്ഷേപം നടത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. കാരണം ഒരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കുറ്റമല്ല പഞ്ചായത്ത് സെക്രട്ടറി ജീവനക്കാരൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം അടിയന്തരമായി SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കണം. ഇവർക്കെതിരെ, ജീവനക്കാർക്കെതിരെ അവരെ സസ്പെൻഡ് ചെയ്യണം സർവീസിൽ നിന്ന്. DYSP ചുമതല ഏറ്റെടുക്കണം അന്വേഷണത്തിൻ്റെ. അല്ലാതെ ഈ മുരിക്കാശ്ശേരി സ്റ്റേഷൻ പോലീസ് SHOയോ SIയോ അന്വേഷണം നടത്തിയാൽ ഉതകുന്നതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ അഭിപ്രായം. തീർച്ചയായും DYSP അന്വേഷണം ഏറ്റെടുത്ത് SPയുടെ നേതൃത്വത്തിൽ ഒരു ടീം രൂപീകരിച്ച് SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കണമെന്നും ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തോപ്രാംകുടിയിൽ വലിയ ധർണ ഞങ്ങൾ ഈ 2 വൈകുന്നേരം നടത്തുകയാണ്. തുടർന്ന് 5 പഞ്ചായത്ത് ഓഫീസിലേക്ക് വലിയ ജനകീയ മാർച്ച് ദളിത് സംഘടനയുടെ നേതൃത്വത്തിൽ ആദിവാസി കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയുണ്ട്. ആദിവാസി കോൺഗ്രസിൻ്റെയും ദളിത് സംഘടനകളുടെയും കോൺഗ്രസിൻ്റെ ദളിത് സംഘടനകളുടെയും ബഹുജന സംഘടനകളുടെയും ഒരു കൂട്ടങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ ബഹുജന മാർച്ച് നടത്തുകയാണ്. KK മനോജിനെ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 5 ആദിവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, അഡ്വക്കേറ്റ് KB സെൽവം, ജെയ്സൺ K ആന്റണി, വിജയകുമാർ മറ്റക്കര, സുബി കൂന്തളായിൽ എന്നിവർ പങ്കെടുത്തു. ഉൽപാദന ചിലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. നിലവിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത്. കാലിത്തീറ്റയുടെ ഉൾപ്പെടെ വില വർദ്ധിക്കുകയും പരിപാലന ചിലവ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. പാൽവില വർദ്ധിപ്പിച്ച ക്ഷീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. നിലവിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത്. ഈ വിലയിൽ ക്ഷീരമേഖല മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് ക്ഷീര കർഷകരുടെ വാദം. കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി. പരിപാലന ചിലവ് വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്തുവാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നത്. പശുവളർത്തൽ നമുക്ക് ഇത്തിരി വിഷമമൊക്കെ ഉള്ള അവസ്ഥയാണ്. പിന്നെ കാലിത്തീറ്റയ്ക്ക് വില കൂടുതലാണ്, പാലിന് വില കൂടുതലില്ല, പിന്നെ ഓക്കയ്ക്ക് വില കൂടുതലാണ് ദിവസം പ്രതി. ഓക്കയ്ക്ക് ഇപ്പം ഒരു ചാക്കിന് 50 കിലോയ്ക്ക് 1500ഓളം വിലയായി. പിന്നെ പാലിന് വില കൂട്ടിയെങ്കിൽ നല്ലതായിരുന്നു. പ്രസിഡന്റിയാണ്. പിന്നെ ഒരുമാതിരിയൊക്കെ ധാരണം ചെയ്ത് പോണു. ക്ഷീരമേഖലയിൽ മുമ്പ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ട വിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ക്ഷീരകർഷകർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ക്ഷീരമേഖലയെ പിടിച്ചു നിർത്താൻ വേണ്ടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലികൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിന്റെയും വില കുറയ്ക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു. പാൽവിലയിൽ 10 രൂപയുടെയെങ്കിലും വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ക്ഷീരമേഖല നിലനിന്നു പോകൂവെന്നും ക്ഷീരകർഷകർ പറഞ്ഞു. അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനാഘോഷം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ നടന്ന ജന്മദിനാഘോഷം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ശ്രദ്ധേയരായ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിലൊരാളാണ് അയ്യങ്കാളി. സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ജനസമൂഹത്തിന് വഴി നടക്കുവാനും അക്ഷരവിദ്യ അഭ്യസിക്കുവാനുമുള്ള അനുവാദത്തിനു വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പോരാട്ടങ്ങൾ പിന്നീട് കേരളത്തിലെ സാമുദായിക നവോത്ഥാനത്തിന് അടിത്തറ പാകി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ടാണ് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ നവോത്ഥാന മണ്ഡലത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ വ്യക്തിത്വമാണ് മഹാത്മാ അയ്യങ്കാളി എന്ന ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി പറഞ്ഞു. ഒരു സമൂഹത്തിന്റെ ആളായിരുന്നില്ല അദ്ദേഹമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയും വഴി നടക്കാൻ അവകാശമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയും പോരാടുമ്പോൾ അതൊരു ജാതിയുടെ സമവാക്യത്തിന് വേണ്ടിയല്ല അദ്ദേഹത്തിൻ്റെ പോരാട്ടമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു. 1863 തിരുവിതാംകൂർ അന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ടു. തിരുവിതാംകൂറിൽ അയ്യൻ്റെയും മാലയുടെയും ആ ദമ്പതികളുടെ മകനായി കാളി എന്ന് പിറക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ച സാമൂഹ്യ പരിഷ്കർത്താവായും നവോത്ഥാന നായകനായും അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളാണ് ഒരു പരിധിവരെയെങ്കിലും ഇന്ന് ഈ നിലയിൽ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവശരായ ആളുകളെ മുന്നോട്ട് കൊണ്ടുവന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ചരിത്രം നമുക്ക് വിസ്മരിച്ച് കടന്നു പോകാൻ കഴിയും. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെ നഗരസഭാ കൗൺസിലർ സോണിയ JB ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ വെച്ച് നടന്ന ജന്മദിന സമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു അധ്യക്ഷനായിരുന്നു. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം, കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരി ബിനു കേശവൻ, CSDS സംസ്ഥാന കമ്മിറ്റി അംഗം മോബിൻ ജോണി, KSS ജില്ലാ സെക്രട്ടറി KR രാജൻ, രക്ഷാധികാരി രാജു ആഞ്ഞിരിത്തോപ്പിൽ, AKCHMS ജില്ലാ വൈസ് പ്രസിഡന്റ് KK കുഞ്ഞുമോൻ, കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VS ശശി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. മറയൂർ, കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷം. കാന്തല്ലൂർ ടൗണിലടക്കം കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാണ്. 6 കാട്ടാനകളടങ്ങുന്ന കൂട്ടമാണ് പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. ജനവാസ മേഖലയിൽ പതിവായി ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം വ്യാപക നാശനഷ്ടമാണ് വരുത്തുന്നത്. ഓണം വിപണി ലക്ഷ്യം വെച്ച് ഇറക്കിയ ഏക്കർ കണക്കിന് പച്ചക്കറി കൃഷി നശിപ്പിച്ചു. ആനശല്യം മൂലം കൃഷി ഇറക്കാനാവാത്ത അവസ്ഥയിലാണ് കർഷകർ. കഴിഞ്ഞ ദിവസം കീഴാന്തൂരിൽ കാട്ടാന റിസോർട്ടിന്റെ ഭാഗമായുള്ള ഷെഡ് തകർത്തിരുന്നു. പതിവായി ആനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ. തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി ആന കൃഷിനാശം വരുത്തുന്നത് തുടരുകയാണ്. മൂന്നാർ പെരിയവര ടോപ്പ് ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുകയാണ്. ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി ആന കൃഷിനാശം വരുത്തുന്നത് തുടരുകയാണ്. മൂന്നാർ പെരിയവര ടോപ്പ് ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി. പുതുക്കാട് ഭാഗത്തെത്തിയ കാട്ടാന വാഴകൃഷിയും മറ്റും തിന്നു നശിപ്പിച്ചു. നിലവിൽ നയമക്കാട് മേഖലയിലാണ് കാട്ടുകൊമ്പൻ തമ്പടിച്ചിരിക്കുന്നത്. ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തത് തൊഴിലാളി കുടുംബങ്ങളെ വലയ്ക്കുന്നുണ്ട്. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കട്ടപ്പന ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡ്യൂസർ കമ്പനിയുടെ പുതിയ സംരംഭമായ കാർഡമം ഗ്രേഡിംഗ് ആൻഡ്
സോർട്ടിംഗ് യൂണിറ്റ് പുറ്റടി ഫെഡറൽ ബാങ്കിന് സമീപം കൂട്ടിയാനിക്കൽ ബിൽഡിംഗിലും ഓഗസ്റ്റ് 29 മുതൽ പ്രവർത്തനം ആരംഭിക്കും. എം മണി MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. RKVY FPO പ്രൊമോഷൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളിൽ കട്ടപ്പന ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡ്യൂസർ കമ്പനി ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിളകൾ ലാഭകരമായി ഉൽപ്പാദിപ്പിക്കാനും സംഭരിക്കാനും വിപണനം നടത്താനും കർഷകരെ സഹായിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ പരിശീലനം, സാങ്കേതികവിദ്യ, സാമ്പത്തിക സഹായം എന്നിവ കർഷകർക്ക് ലഭിക്കുന്നു. സർക്കാരിന്റെയും വിവിധ ഏജൻസികളുടെയും പദ്ധതികൾ കർഷകർക്ക് നേരിട്ട് ലഭിക്കുന്നതിനൊപ്പം വിത്തുകൾ, തൈകൾ, വളങ്ങൾ എന്നിവയും കർഷകർക്ക് ലഭ്യമാക്കുന്നു. കമ്പനിയിലെ അംഗങ്ങൾക്ക് ഉടമസ്ഥാവകാശം, വർഷം തോറും ലാഭവിഹിതം, ബോണസ് എന്നിവ ലഭിക്കും. കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ സാമൂഹ്യ പദവി ഉയർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് ഗവൺമെൻറ് ഈ പദ്ധതിയെ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. കമ്പനിയുടെ ഈ 400 അംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 25ഓളം വരുന്ന FIGകൾ കമ്പനിയുടെ പ്രവർത്തിച്ചു വരികയാണ്. FIG എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ കൃഷിക്കാരുടെ, കമ്പനിയിൽ അംഗങ്ങളായ കൃഷിക്കാരുടെ പ്രാദേശികമായ യോഗമാണ്. അതിനകത്ത് 15 മുതൽ 20 വരെ ആളുകളുണ്ടാകും. ഓരോ പ്രദേശത്തും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ആ വിളവൈവിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് FIGകൾ രൂപീകരിച്ചിട്ടുള്ളത്. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. കമ്പനി ചെയർമാൻ മാത്യു ജോർജ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന കർഷകോത്തമ അവാർഡ് ജേതാവ് CD രവീന്ദ്രൻ നായരെ ചടങ്ങിൽ ആദരിക്കും. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ, വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ GK ഫിലിപ്പ്, രാജൻ നീർണാങ്കുന്നേൽ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ മാത്യു ജോർജ്, ജോയി ജോർജ്, PP സുരേഷ്, KP സജി, KM സിജോ, ആതിര ബാബു എന്നിവർ പങ്കെടുത്തു. CHR വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി കക്ഷി ചേരുമെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന. സെപ്റ്റംബർ 24 സുപ്രീം കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ 15,720 ഏക്കർ സ്ഥലം എന്നുള്ളത് ഇപ്പോൾ സുപ്രീം കോടതിയിലെ കേസിൻ്റെ വന്നിരിക്കുന്ന അനുസരിച്ച് അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2,15,720 ഏക്കറായി മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞത് റേഞ്ചിലെ മുഴുവൻ മേഖലയും CHRൻ്റെ പരിധി വരുന്നു എന്നുള്ളതാണ് അർത്ഥം. ഇത്ര ഗൗരവമായൊരു വിഷയം ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ വേണ്ടത്ര നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുള്ള കടുത്ത അവഗണനയാണ് പറയാതിരിക്കാൻ പറ്റില്ല. മുൻകാലങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വനരക്ഷപ്പെട്ട നേതാക്കന്മാരൊക്കെ ജനപ്രതിനിധികളൊക്കെ ഈ വിഷയത്തിനകത്ത് പരിഹാരം കാണുന്നു, അടിയന്തര പരിഹാരം കാണുന്നു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ ജില്ലയെ പ്രതികരിക്കുന്ന മന്ത്രി യാതൊരു പ്രശ്നമില്ല എന്ന് നിരന്തരമായ പ്രസ്താവന നടത്തുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം ഇരിക്കുന്ന മന്ത്രിസഭാ സമിതി കൂടുമ്പോൾ ഈ വിഷയം ഉന്നയിച്ച് ഇതിനകത്തൊരു നയം രൂപീകരിക്കാൻ, ഏകീകൃത നയം ഉണ്ടാക്കുവാൻ, ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നയം ഉണ്ടാക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. കാലാവധി അവസാനിച്ച ദേവികുളം സബ് RTO ഓഫീസിലെ വാഹനത്തിന് പകരം ഇനിയും പുതിയ വാഹനം എത്തിയില്ല. 15 വർഷം പഴക്കം ചെന്നതോടെയായിരുന്നു നിലവിലുണ്ടായിരുന്ന വാഹനം നിരത്തൊഴിഞ്ഞത്. പുതിയ വാഹനം എത്താതായതോടെ ഉദ്യോഗസ്ഥരും പ്രതിസന്ധി അനുഭവിക്കുകയാണ്. തൊടുപുഴ, പീരുമേട്, ഉടുമ്പൻചോല സബ് RTO ഓഫീസുകൾക്ക് പിന്നാലെയായിരുന്നു ദേവികുളം സബ് RTO ഓഫീസിലെ വാഹനവും കാലാവധി അവസാനിച്ചതോടെ നിരത്തൊഴിഞ്ഞത്. പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ വാഹനമോ പകരം സംവിധാനമോ ഒരുങ്ങിയിട്ടില്ല. ഇപ്പോഴും ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ എത്താനും അപകടങ്ങൾ ഉണ്ടാകുന്നിടത്തെത്താനുമൊന്നും വാഹനമില്ലാത്ത അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ. ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുയർത്തുന്നുണ്ട്. വാഹനങ്ങൾ അനുവദിക്കുക എന്നുള്ളതും അതിനുള്ള ചെലവുകൾ വഹിക്കുക എന്നുള്ളതും ഗവൺമെൻറ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും പല വർക്ക്ഷോപ്പുകളിലും ഇവരുടെ എല്ലാം വാഹനങ്ങൾ പണി തീർത്തതിന് ശേഷം പൈസ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും വാഹനങ്ങളില്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ പരിപാടികളൊന്നും നടക്കുന്നില്ല. പല ആളുകൾക്കും വേണ്ട സേവനങ്ങൾ അവിടെ നിന്ന് കിട്ടാതെ ബുദ്ധിമുട്ടിയാണ്. സർക്കാരിൻ്റെ നയം ജനങ്ങളെ പിഴിയുക എന്നുള്ള നയം വേറൊരു വഴിക്ക് നടക്കുന്നുണ്ട്. കൂടുതൽ പണം പിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ, കൂടുതൽ പെനാൽറ്റി അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അവിടെ വലിയ സേവനം ചെയ്തു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായ സൗകര്യങ്ങളില്ലാതെ ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയാതെ വരുന്നു.
അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ഈ RTO ഓഫീസിന് ആവശ്യമുള്ള അടിമാലിയിൽ പ്രവർത്തിക്കുന്ന RTO ഓഫീസ് വളരെ തിരക്കേറിയ ഒരു ഓഫീസാണ്. വളരെയധികം വാഹനങ്ങൾ, തിരക്കേറിയ ഒരു ടൗൺ, 3-4 താലൂക്കുകൾ അടക്കം ഈ സേവനങ്ങൾ ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നത് ഈ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡിന് മാത്രമാണ് ഇലക്ട്രിക് കാർ ഉള്ളത്. ഓഫീസ് ആവശ്യത്തിന് ഈ വാഹനം ഉപയോഗിക്കാനാവില്ല. വാഹനമില്ലാതായതോടെ നിരത്തിലെ വാഹന പരിശോധനയും താളം തെറ്റി. വട്ടവടയും മറയൂരും ഒക്കെ അടങ്ങുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ദേവികുളം സബ് RTO ഓഫീസിന് കീഴിൽ വരുന്നത്. ദൈനംദിന ആവശ്യങ്ങൾക്ക് മാത്രമല്ല, അടിയന്തര സാഹചര്യങ്ങളിൽ പോലും വാഹനം ലഭ്യമല്ലാത്തതിന്റെ പ്രതിസന്ധി ഉദ്യോഗസ്ഥരെ വലയ്ക്കുന്നുണ്ട്. പുതിയ വാഹനമോ പകരം വാഹനമോ എത്തിച്ച് പ്രശ്നപരിഹാരം കാണണമെന്നാണ് ആവശ്യം. HRP യൂണിയൻ പ്രവർത്തകനായ തോട്ടം തൊഴിലാളിയെ INTUC നേതാക്കളുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചതായും വീട്ടിൽ നിന്നും ബലമായി കടത്തിക്കൊണ്ടുപോയതായും പരാതി. വണ്ടൻമേട് കറുവാക്കുളം സ്വദേശി N തങ്കരാജാണ് മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. INTUC ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദനം നടത്തിയതായാണ് ആരോപണം. 60ഓളം ആളുകളെ ചേർത്ത് HRP യൂണിയന്റെ ഭാഗമായി യൂണിയൻ പ്രവർത്തനം നടത്തിവരികയും തോട്ടത്തിൽ ജോലി ചെയ്യുകയും ചെയ്തു വന്നിരുന്ന തന്നെ 2 മാസം മുൻപ് INTUC ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ യൂണിയൻ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നതായി തങ്കരാജ് പറഞ്ഞു. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം INTUC ഭാരവാഹികൾ ഉൾപ്പെടുന്ന സംഘം പുലർച്ചെ വീട്ടിൽ കയറി ക്രൂരമായി മർദ്ദിക്കുകയും ബലമായി വാഹനത്തിൽ കയറ്റി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരന്റെ വീട്ടിൽ എത്തിക്കുകയും ചെയ്തതായാണ് ആരോപണം. വിഷയത്തിൽ ഇയാൾ കുമളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. യൂണിയൻ പ്രവർത്തനം അവസാനിപ്പിച്ച് തമിഴ്നാട്ടിലേക്ക് പൊയ്ക്കോളാമെന്ന് വാക്കാൽ സമ്മതിച്ച ശേഷമാണ് മർദ്ദനം അവസാനിപ്പിച്ചതെന്നും തങ്കരാജ് ആരോപിക്കുന്നു. ஒரு 5-6 பேர் வந்து கதவை தட்டினாங்க. தட்டி என்னன்னு கேட்கும்போது டக்குன்னு உள்ள கதவு நெஞ்சட்டையை பிடிச்சி உள்ள ஏறி அடித்து கல்லை வச்சு வாயில் இடிச்சிட்டு 2வது நீ வரா அப்படின்ட்டு சட்டையை பிடிச்சிட்டு அடித்து ஓட்டோவில் கட்டி கொண்டு போய் ராஜா மாட்டுக்காரன் விட்டு ராஜா மாட்டுக்காரன் என்று சொன்னது 2 செவத்தில் அடிச்சு நீ நாட்டை விட்டு போகணும், இல்லைன்னா அவனை குத்தி கொண்டு கலையில் என் காங்கில் வந்து மன்னிப்புக்காரு அவனை அப்படின்னு சொல்லியாச்சு. சொல்லிட்டு 2வது நாள் எடுத்துட்டு காலை விட்டு நிட்டு போகிறோம்னு சொல்லியாச்சு. இப்போ 2வது சிட்டியிலையும் வச்சு கொண்டு வந்து திரும்பி அடிக்க விட்டாச்சு. வைராக்கியம் என்ன வைராக்குன்னு தெரியல. யூனியனுக்குள்ளே பார்ட்டிக்குள்ளே பிரச்சனை அப்படி இப்படின்னு ஏதாச்சும் பிரச்சனை வந்தாக்கிட்டே இருக்குது. யூனியன் வந்து இங்கே வந்து வளர்க்கக்கூடாது, நீ யூனியனு இந்த யூனியனுக்கு வளர்க்கக்கூடாது, போயிரு பார்ட்டியை விட்டு போயிரு, இல்லைன்னா உன்னை வந்து குத்தி கலையும் அப்படியே காலை கொழுந்து மன்னிவு கேட்டு போயிரு இல்லைன்னா அப்படின்னு சொல்லியாச்சு. സംഭവത്തിൽ തങ്കരാജിന്റെ പരാതി പ്രകാരം കുമളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ്. സംഭവത്തിൽ പ്രതികളെ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആക്രമണത്തിൽ പ്രതികളായ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവിനും തങ്കരാജ് പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മികച്ച കർഷകന് കൃഷിവകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി. സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട വണ്ടൻമേട് ചെമ്പകശ്ശേരി CD രവീന്ദ്രൻ നായരെയാണ് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ 2023-24 വർഷത്തെ സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡിന് സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട വണ്ടൻമേട് ചെമ്പകശ്ശേരി CD രവീന്ദ്രൻ നായരെയാണ് കൃഷി അസിസ്റ്റന്റുമാരുടെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുടെയും സംഘടനയായ കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK ജിൻസ് കർഷകന് ഉപഹാരം നൽകി. കേരളത്തിലെ കൃഷി അസിസ്റ്റന്റുമാരുടെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുടെയും അവകാശ പോരാട്ടങ്ങൾക്കൊപ്പം തന്നെ കർഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ. നമുക്കറിയാം, ഇത്തവണത്തെ സംസ്ഥാനത്ത് തന്നെ സിബി കല്ലിങ്കൽ സ്മാരക അവാർഡിന് അർഹനായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് പഞ്ചായത്തിലെ ചെമ്പകശ്ശേരിൽ രവീന്ദ്രൻ എന്ന കർഷകൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് വളരെ മാതൃകാപരമാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ആദരിക്കണമെന്നുള്ള സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ ആദരിക്കപ്പെടുന്നത്. അതുപോലെ പുതുതലമുറയ്ക്ക് ഈ തരത്തിലുള്ള കൃഷികൾ വളരെ ആവേശം പകരുന്ന ഒന്നാണ്. കാരണം എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പുതിയ തലമുറ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നുള്ള സന്ദേശം പകർന്നു നൽകുന്നതാണ് ഇത്തരത്തിലുള്ള അവാർഡുകൾ. ഇനിയും ഇത്തരത്തിലുള്ള അവാർഡുകൾ മേടിക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സമ്മിശ്ര കൃഷിയാണ് രവീന്ദ്രൻ നായർ നടത്തുന്നത്. സ്വന്തമായുള്ള 13 ഏക്കറും പാട്ടത്തിനെടുത്ത 7 ഏക്കർ ഉൾപ്പെടെ 20 ഏക്കർ ഭൂമിയിലാണ് വിവിധതരം വിളകളായ ഏലം, കാപ്പി, കുരുമുളക്, ജാതി, മരച്ചീനി, വാഴ, ചേന, ചേമ്പ്, പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്നത്.
കൂടാതെ ആടുവളർത്തൽ, പശുഫാം, മുട്ടക്കോഴി, മത്സ്യകൃഷി, തീറ്റപ്പുൽ കൃഷി തുടങ്ങിയവയും പരിപാലിക്കുന്നു. 5 ഏക്കർ ഭൂമിയിൽ നെല്ല് ഉൽപ്പാദിപ്പിച്ച് കുത്തിരിയാക്കി പ്രാദേശിക വിപണിയിലൂടെ വിറ്റഴിക്കുന്നുണ്ട്. കാർഷിക മേഖലയിലെ വിവിധങ്ങളായ കർഷകരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി കർഷകനെ ആദരിച്ചത്. ജില്ലാ പ്രസിഡന്റ് MR രതീഷ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ PT വിനോദ്, EP സാജു, KM ബോബൻ എന്നിവർ പങ്കെടുത്തു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മീഡിയ 1 സീനിയർ ക്യാമറാമാൻ വിൽസൺ കളരിക്കലിനെ തൊടുപുഴ ആലക്കോട് സർവീസ് സഹകരണ ബാങ്ക് ആദരിച്ചു. ബാങ്ക് ഭരണസമിതി ഭാരവാഹികളും അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി വിൽസൺ കളരിക്കലിന് മൊമന്റോ നൽകി ആദരിച്ചു. സെക്രട്ടറി ഷിൻഡോ ജോസ്, വൈസ് പ്രസിഡന്റ് KM ഹംസ, ബോർഡ് അംഗങ്ങളായ കാസിം മുഹമ്മദ് അൻഷാദ്, ബിനോയ് ജോസഫ്, ലിഗിൽ ജോ, റാണി ജോമോൻ എന്നിവരും ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. മിഷൻ ലീഗ് ഇരട്ടിയാർ മേഖലാതല കലാമത്സരം നടന്നു. ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇരട്ടിയാർ ഫെറോനയ്ക്ക് കീഴിലുള്ള 11 ദൈവാലയങ്ങളിലെ 200ഓളം കലാകാരന്മാരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ലോകം അഹങ്കരിക്കുമ്പോൾ കാണാതാകുന്ന കുഞ്ഞുങ്ങളെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നോ കലുപ്പിനടിയിൽ നിന്നോ കണ്ടെത്തേണ്ടി വരുന്ന പിറന്നു വീഴുന്ന കുഞ്ഞു പോലും ലൈംഗികതയുടെ അരാജകത്വത്തിന് ഇരയാകുന്ന വിവാഹ ബന്ധത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന വൃദ്ധമാതാപിതാക്കൾ വീഴ്ത്തുന്ന വിശന്ന് ഭരിക്കുന്ന അക്രമവും അഴിമതിയും നടുമാടുന്ന വിദ്യാസമ്പന്ന കേരളത്തിൽ ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും നോക്കി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 33-ാം വാക്യത്തിലൂടെ ഈശോ ഘോഷിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ കലയോട് ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചത്. മേഖലാ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മനക്കിലേട്ട, പ്രസിഡന്റ് ഡൊണാൾഡ് തോട്ടപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ആത്മീയ ജീവിതത്തിൽ കലയോട് ചേർന്നിരുന്നുകൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തുവാനും ഈശോയുടെ സദ്വാർത്ത ലോകമെങ്ങും അറിയിക്കുവാനുമുള്ള ഒരു മാധ്യമമാണല്ലോ കല. അത് ഉപകാരപ്പെടുത്തിക്കൊണ്ട് ഈ കലാകാരന്മാർ ഇരട്ടയാർ മേഖലയിൽ ഇന്ന് അണിനിരക്കുകയാണ്. അവർ വളരെ ശക്തമായുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെറോന തലത്തിൽ നടന്ന മത്സരങ്ങളിൽ 1ഉം 2ഉം സ്ഥാനം ലഭിക്കുന്നവർക്ക് രൂപതാ തലത്തിൽ മത്സരിക്കാൻ അവസരം ലഭിക്കും. കാഞ്ചിയാർ ലബക്കട JP ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 2024-25 അധ്യയന വർഷത്തെ വുമൺ ഡെവലപ്മെന്റ് സെല്ലിന്റെ ഉദ്ഘാടനം നടന്നു. കട്ടപ്പന വനിതാ ഹെൽപ്പ് ലൈൻ ASY അമ്പിളി KK ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V അധ്യക്ഷനായിരുന്നു. AFPRO സംസ്ഥാന കോർഡിനേറ്റർ സനോജ് സേവ്യർ സ്ത്രീ ശാക്തീകരണവും വർത്തമാനകാല വെല്ലുവിളികളും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. AFPRO എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജേക്കബ് ജോൺ വിഷയാധിഷ്ഠിതമായ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകി. കാഡ്ബറീസ് കമ്പനിയുടെ സാമ്പത്തിക സഹായത്തോടെ അഫ്പ്രോ സന്നദ്ധ സംഘടന പെൺകുട്ടികൾക്കായി ആർത്തവ ശുചിത്വം ലക്ഷ്യം വെച്ച് മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തുകയും അതിന്റെ ഉപയോഗ രീതികളെക്കുറിച്ചും മറ്റും MISP കോർഡിനേറ്റർ റിയാമോൾ തോമസ് അവബോധ ക്ലാസും നയിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രിൻസ് തോമസ് ചക്കാലയിൽ CST അഞ്ജു മെറിൻ ഷാജി, വുമൺ ഡെവലപ്മെന്റ് സെൽ കോർഡിനേറ്റർ ദിവ്യമോൾ G, സെക്രട്ടറി സിൽജ PD എന്നിവർ നേതൃത്വം നൽകി. അപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഫീഡ്ബാക്ക്, എന്താണ് റെസ്പോൺസ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്നത്, ഇപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവിടെ സത്യത്തിൽ ആൺകുട്ടികൾ കൂടി ഇവിടെ വേണ്ടത്. കാര്യം അവരിത് മനസ്സിലാക്കണം, എന്താണ് മെൻസ്ട്രേഷൻ എന്നും ആ സമയത്ത് ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. ഞാനിത് പ്രത്യേകമായിട്ട് പറയാൻ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഒരു തമാശ പോലെയൊക്കെയാണ് ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഒരുപക്ഷെ അങ്ങനെയായിരിക്കും കണ്ടിരിക്കുന്നത്. മാരേജ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സിവിയറിറ്റിയും ഒരു പെൺകുട്ടി ഏതൊക്കെ ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത് മനസ്സിലായത്. വിദ്യാർത്ഥികളിൽ പത്രവായന പ്രോത്സാഹിപ്പിക്കാൻ സമ്മാന പദ്ധതിയുമായി കാഞ്ചിയാർ നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിലെ ലൈബ്രറി, മലയാള വിഭാഗം, വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പത്രം വായിക്കൂ സമ്മാനം നേടൂ പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് പത്രവുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കും. ഇതിന്റെ ഉത്തരം 2 മണിക്കുള്ളിൽ കുട്ടികൾ നിർദ്ദേശിച്ച സമ്മാന ബോക്സിൽ നിക്ഷേപിക്കണം.
ഇവ പരിശോധിച്ച് എല്ലാ ഉത്തരങ്ങളും ശരിയാക്കിയ കുട്ടികളിൽ നിന്ന് നറുക്കെടുത്ത കുട്ടികൾക്ക് എല്ലാ ദിവസവും സമ്മാനം നൽകുന്നതാണ് പത്രം വായിക്കൂ സമ്മാനം നേടൂ പദ്ധതി. സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ശരിയായ ഉത്തരം നൽകിയ കുട്ടികളുടെ നറുക്കെടുപ്പിൽ വിജയിച്ചവർക്ക് സമ്മാനം നൽകി. ജോർജ് ജേക്കബ്, ടി.എസ്. ഗിരീഷ് കുമാർ, കെ സുരേഷ്, ശിവാനി ഷിബു, അനന്യ മനോജ് എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കിയിൽ നിന്നും അയർലൻഡിലേക്ക് കുടിയേറിയ മലനാടിന്റെ മക്കളുടെ കൂടിച്ചേരൽ ഓഗസ്റ്റ് 24-ന് നാവനിൽ ഉള്ള ഡ്രൂസ് ടൗൺ ഹൗസിൽ വെച്ച് നടന്നു. ഹൈറേഞ്ചിന്റെ വീണ്ടെടുപ്പിനായി അയർലൻഡിലെത്തിയ മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മയായ ഹൈറേഞ്ചേഴ്സ് ഇൻ അയർലൻഡ് ഇടുക്കി എന്ന കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹൈറേഞ്ച് സംഗമം 2024 സംഘടിപ്പിച്ചത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇടുക്കിയുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും വിവിധ ഇനം പരിപാടികളും മത്സരങ്ങളുമായി സൗഹൃദം പങ്കുവച്ചു. നാടൻ സദ്യയും 4 മണി കാപ്പിയും പലഹാരവും ഏവരുടെയും മനം നിറച്ചു. ഒപ്പം ഇടുക്കിയുടെ സ്വന്തം ഭക്ഷണമായ എല്ലും കപ്പിയും ഏവരും ഒരുമിച്ച് പാകം ചെയ്തു. വർഷങ്ങളായി ഹൈറേഞ്ചേഴ്സ് സംഘടന നടത്തിവരുന്ന സംഗമം ഈ തവണയും വലിയ വിജയമായതായി സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. സ്ത്രീ മനസ്സുകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മിഴിവേകുവാൻ കട്ടപ്പനയുടെ മണ്ണിൽ AJ ഡിസൈൻ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ട്രെൻഡിനനുസരിച്ച് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനും ഇഷ്ടങ്ങൾക്കനുസരിച്ച് മേന്മ കൂട്ടാനും അവസരമൊരുക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ബീന ടോമി നിർവഹിച്ചു. ന്യൂജൻ വസ്ത്രസങ്കല്പങ്ങളെ കട്ടപ്പനയുടെ മണ്ണിൽ ലഭ്യമാക്കുകയാണ് AJ ഡിസൈൻ സ്റ്റുഡിയോ. സ്ത്രീ മനസ്സുകളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള വസ്ത്രങ്ങളും തുണിത്തരങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സ്ത്രീകളുടെ ട്രെൻഡിംഗ് ആയിട്ടുള്ള വസ്ത്രധാരണയ്ക്ക് അനുസൃതമായ ഡിസൈനിങ് ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും ആകർഷണമായ കാര്യം. കട്ടപ്പന വെള്ളയാംകുടി റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സ്ത്രീ സംരംഭങ്ങൾ ഉയർന്നു വരുന്നത് സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് കാരണമാകുന്നുവെന്ന് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നഗരസഭാ അധ്യക്ഷ ബീന ടോമി പറഞ്ഞു. ഇന്നിവിടെ AJ സ്റ്റുഡിയോ ഡിസൈനിങ് സെന്റർ ഇവിടെ തുടങ്ങിയേക്കാണ് വെള്ളയാംകുടി ഭാഗത്ത്. അപ്പോൾ അതിന് നമ്മളുടെ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കണം. ഇന്നത്തെ കാലത്ത് സ്ത്രീ ജനങ്ങളാണ് മുന്നോട്ട് വരുന്നത്. അപ്പം തൊഴിലില്ലായ്മ ഒരു കാരണമായിട്ട് ആരും കാണരുത്. നമ്മൾ നോക്കിയാൽ നമുക്ക് തൊഴിലുണ്ട്. ഇപ്പം ഇവിടെ തന്നെ തുടങ്ങിയിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. അപ്പം ഇവിടെ അനേകം ആൾക്കാർക്ക് ജോലികൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. അതുപോലെ തന്നെ ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ AJ സ്റ്റുഡിയോ സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ പുത്തൻ രീതികൾ അവലംബിക്കുന്നതിനൊപ്പം വസ്ത്രങ്ങൾക്ക് കൂടുതൽ മാറ്റിയേക്കാനുള്ള എംബ്രോയിഡറി വർക്കുകളും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണെന്ന് ഉടമ ജീവ തോമസ് പറഞ്ഞു. കടയുടെ പേര് AJ ഡിസൈൻ സ്റ്റുഡിയോ എന്നാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിങ്ങൾക്കായിട്ട് ലഭ്യമാക്കിയിരിക്കുന്ന സേവനം എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് ഉണ്ട്, കസ്റ്റമൈസേഷൻ ഉണ്ട്, ഡിസൈനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഡൈബിൾ ഫാബ്രിക്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫാബ്രിക്സ് നമ്മൾ ഡൈ ചെയ്ത് കൊടുക്കും. അതുപോലെ ബ്രൈഡൽ ഔട്ട്ഫിറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിതമായ നിരക്കിൽ പരിചയസമ്പന്നരായ ആളുകളാണ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നത്. അതോടൊപ്പം കസ്റ്റമൈസേഷൻ, തയ്യൽ, ഡിസൈനിങ്, നിറം മങ്ങിയ വസ്ത്രങ്ങൾ ശോഭയോടെ തിളങ്ങാൻ നിറം ചേർക്കൽ, കല്യാണ വധുവിന് ആവശ്യമായ വസ്ത്രങ്ങൾ, കൈത്തുന്നൽ എല്ലാം സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകും. ഏറ്റവും മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ, ചായം മാറ്റാവുന്ന തുണിത്തരങ്ങൾ, ആവശ്യാനുസരണം മുറിച്ചെടുക്കാവുന്ന തുണി സാമഗ്രികൾ തുടങ്ങിയവ AJ ഡിസൈൻ സ്റ്റുഡിയോയിൽ ലഭ്യമാണ്. നെസ്റ്റ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ പായസക്കൂട്ടിന്റെയും കടലമിഠായിയുടെയും ലോഞ്ചിങ് കട്ടപ്പന പുളിയന്മലയിൽ നടന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ചെയർമാൻ സിബി കൊല്ലംകുടി ഉദ്ഘാടനം ചെയ്തു. അടപ്രഥമൻ, സേമിയ പായസം, റൈസ് പാലട, കപ്പപ്പായസം, കൂവപ്പായസം, കടലമിഠായി എന്നിവയാണ് നെസ്റ്റ് ഗ്രൂപ്പ് പുതുതായി വിപണിയിലിറക്കുന്ന ഉൽപ്പന്നങ്ങൾ. അടപ്രഥമൻ, സേമിയ പായസം, റൈസ് പാലട, കടലമിഠായി എന്നിവയുടെ ലോഞ്ചിങ്ങാണ് കട്ടപ്പന പുളിയന്മലയിൽ നടന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ചെയർമാൻ സിബി കൊല്ലംകുടി ഉദ്ഘാടനം ചെയ്തു. നെസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പുളിയന്മല നിവാസികൾ അത്രത്തോളം വലിയ രീതിയിൽ കാണുന്നു എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഞാൻ അറിഞ്ഞ നെസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്
ലോകമാകെ പടർന്നു കിടക്കുന്ന വലിയ ഒരു വ്യവസായ സംരംഭം. കടലമുട്ടായി മുതൽ റോക്കറ്റ് ലോഞ്ചറുകൾ വരെ നിർമ്മിക്കുന്ന അതിബൃഹത്തായ സംരംഭമാണ് നെസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയാതിരിക്കാൻ പറ്റും. ഞാനിവിടെ വന്നപ്പോൾ ഈ കടലമുട്ടായി ശ്രദ്ധിക്കുകയാണ്. ഇത്രയും മനോഹരമായി കടലമുട്ടായി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും വിപണിയിൽ വരുന്നത്. അത് ജഹാംഗീർ സാറിന്റെ ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന പല സാധനങ്ങളെയും ഫലപ്രദമായി മാർക്കറ്റിൽ അതിന്റെ കാലത്തിന്റെ ഒരു നൂതന കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കണം എന്ന് ഇത്രയേറെ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ ഈ നാട്ടിൽ വേറെ കാണുന്നിരിക്കുന്നു. നമ്മള് നിസ്സാരമെന്ന് കരുതി കളയുന്ന മുരിങ്ങക്കമ്പ് വരെ, ഒരു മുരിങ്ങയ്ക്ക വരെ എക്സ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ വലിയ രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വലിയ സംരംഭങ്ങൾ നടത്തുന്ന ആളാണ്. മർച്ചന്റ് അസോസിയേഷൻ പുളിയമല യൂണിറ്റ് പ്രസിഡന്റ് മാത്യു തോമസ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഗ്രീൻ ഹൗസ് ജനറൽ മാനേജർ വർക്കി വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈറേഞ്ച് ഫെർട്ടിലൈസേഷൻ MD ജിജു ജോസഫ്, മലബാർ ഫുഡ്സ് GM ജയകുമാർ, അഗ്രികെയർ ആഗ്രോമാർട്ട് MD സിബി എബ്രഹാം, HCN MD ജോർജി മാത്യു, ഗോൾഡൻ വാലി മാനേജർ ആനന്ദ്, സോണി MC എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വയനാടിന് വരയിലൂടെ സഹായനിധി പരിപാടി അടിമാലിയിൽ സംഘടിപ്പിച്ചു. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ചിത്രകലാധ്യാപകൻ സുരേഷ് രാമന്റെ നേതൃത്വത്തിലാണ് പോർട്രൈറ്റ് ചലഞ്ച് സംഘടിപ്പിച്ചത്. വയനാടിന് വരയിലൂടെ സഹായനിധി എന്ന പരിപാടിയാണ് അടിമാലിയിൽ സംഘടിപ്പിച്ചത്. അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ സുരേഷ് രാമന്റെ നേതൃത്വത്തിലാണ് അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ പോർട്രേറ്റ് ചലഞ്ച് സംഘടിപ്പിച്ചത്. ദേശീയ ദുരന്തമാക്കാവുന്ന മുണ്ടക്കയിലെയും മറ്റ് പ്രദേശങ്ങളിലെയും അനവധി ജീവനുകൾ നഷ്ടപ്പെടുകയും സ്വത്തുക്കളും സമ്പാദ്യങ്ങളും ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട ജനതയ്ക്ക് വേണ്ടി കേരളം മാത്രമല്ല രാജ്യത്തും വിദേശത്തു നിന്നുമുള്ള മനുഷ്യസ്നേഹികൾ സഹോദരങ്ങളെ ചേർത്ത് നിർത്തി നിരവധി സഹായങ്ങൾ നൽകി മുന്നോട്ടു പോവുകയാണ്. ഈ അവസരത്തിലാണ് ചിത്രകലാ അധ്യാപകനായ സുരേഷ് രാമൻ പോർട്രേറ്റ് ചലഞ്ചുമായി രംഗത്ത് വന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെയും സ്കൂളിലെ സ്റ്റാഫുകളുടെയും പരിപൂർണമായ സഹകരണത്തോടെ ദുരന്ത മേഖലയിലെ ആളുകളെ സഹായിക്കുവാനാണ് പോർട്രേറ്റ് ചലഞ്ചുമായി രംഗത്തെത്തിയത്. അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ ഉദ്ഘാടനം ചെയ്തു. ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണത്. ഈ ഒരു ഉദ്യമത്തിലേക്ക് സ്വന്തം മനസാക്ഷിയുടെ അംഗീകാരമായിട്ട് നമ്മുടെ ചിത്രകലാധ്യാപകൻ നമ്മൾ ഇന്ന് ചിത്ര വരച്ചുകൊണ്ട് ആ ഒരു കിട്ടുന്ന സമാഹരിക്കുന്ന തുക വയനാടിനായിട്ട് നമ്മൾ കൈമാറുകയാണ്. ഈ ഒരു മനസ്സിന് അഭിനന്ദനമായിട്ട് പഞ്ചായത്തിന്റെ പേരിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. നിഷാദ് BS, അനിത MD എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ കായികാധ്യാപകൻ KA സുരേന്ദ്രൻ സ്വാഗതവും ജസ്റ്റിൻ ജോയ് നന്ദിയും രേഖപ്പെടുത്തി. RLV കോളേജിലെ അധ്യാപകനായിരുന്ന സുരേഷ് രാമൻ 3 വർഷക്കാലമായി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ്. ആലപ്പുഴക്കാരനായ അദ്ദേഹം തന്റെ ചിത്രകലയിലൂടെ വയനാടിന് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് വരയിലൂടെ സഹായനിധി കണ്ടെത്തുവാൻ രംഗത്തിറങ്ങിയത്. എൻ്റെ ഒരു പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന ഒരു സഹായം നൽകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനൊരു ആശയം പറയുകയും സ്കൂളിലെ സീനിയർ അധ്യാപകനായ സുരേന്ദ്ര സാറും മറ്റ് എൻ്റെ പ്രിയ സഹപ്രവർത്തകരും എന്നോടൊപ്പം നിൽക്കുകയും ഈ പരിപാടിക്ക് പരിപൂർണ പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിലേക്കായി എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. പോർട്രേറ്റിലൂടെ നേടുന്ന സംഭാവനകൾ അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഏൽപ്പിക്കും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950.
ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട് 236, വിൽപ്പനയ്ക്ക് വന്നത് 51,012, വിൽപ്പന നടന്നത് 50,015. കൂടിയ വില 2,702, ശരാശരി വില 2,261. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,715 രൂപ, വെള്ളി 93. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ വിഭാഗം ബോർഡ് സ്ഥാപിച്ച സ്ഥലം LDF ജില്ലാ നേതൃത്വം സന്ദർശിച്ചു. വിഷയത്തിൽ കോൺഗ്രസ് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് ആശങ്കയുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. മേഖലയിൽ നിന്ന് ഒരു കർഷകനെയും കുടിയിറക്കില്ലെന്നും പുതിയ കയ്യേറ്റങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ എതിർക്കുന്നതെന്നും നേതാക്കൾ. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം രോഗികൾ വലയുന്നതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി BJP നേതൃത്വം. അനസ്തേഷ്യ ഡോക്ടറില്ലാതെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞുകിടക്കുന്നതടക്കം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്നും ആരോപണം. മുൻ SC/ST കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് KK മനോജിനെ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത വാത്തിക്കുടി പഞ്ചായത്ത് സെക്രട്ടറിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. സംഭവത്തിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 2-ന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാംകുടിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കും. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം. നിലവിൽ പാൽവിലയിൽ വർധനവ് വരുത്തിയത് 3 വർഷങ്ങൾക്ക് മുമ്പ്. പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കാലിത്തീറ്റയുടെ ഉൾപ്പെടെ വില വർദ്ധിക്കുകയും പരിപാലന ചെലവ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.